തൃശൂരിലെ മറ്റത്തൂർ ചൊവ്വന്നൂർ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് നടപടി. മറ്റത്തൂരിൽ ബിജെപി സഖ്യത്തിനൊപ്പം നിന്ന അംഗങ്ങളെ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കും. ഡിസിസി അധ്യക്ഷൻ പച്ചക്കള്ളം പറയുന്നെന്നും വിപ്പ് നൽകിയിട്ടില്ലെന്നും ബിജെപി സഖ്യത്തിനൊപ്പം ചേർന്ന കോൺഗ്രസ് മെമ്പർമാർ. ഒറ്റച്ചാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് മുഖ്യമന്ത്രി. അമിത്ഷായും മോദിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന മുഖ്യമന്ത്രിയാണ് പരിഹസിക്കുന്നതെന്ന് വി ഡി സതീശൻ. വി കെ പ്രശാന്ത് MLA കൈവശം വെച്ചിരിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന് തിരുവനന്തപുരം കൗൺസിലർ ആർ ശ്രീലേഖ. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും കാലാവധി മാർച്ച് 31 വരെയെന്നും വി കെ പ്രശാന്ത്. IPS ഒറ്റയ്ക്ക് ഈ ഒരു ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗഹൃദ സംഭാഷണങ്ങൾ വിവാദമാക്കരുതെന്ന് ആർ ശ്രീലേഖ. ഒരു സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത വരുത്താനാകാതെ SIT. സ്മാർട്ട് ക്രിയേഷനിൽ വേർതിരിച്ചെടുത്ത സ്വർണം ആർക്ക് വിറ്റു എന്നത് കണ്ടെത്താനായില്ല. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് SIT അറിയിച്ച് ഡി മണി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ ഹോട്ടലുകളിലെ ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന വിലക്കി ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ഭക്ഷണം കഴിക്കാനെത്തിയവരെ ഇറക്കിവിട്ടെന്ന് പരാതി. കടുത്ത എതിർപ്പുമായി ഹോട്ടലുടമകൾ. മറ്റന്നാൾ മുതൽ ഹോട്ടലുകൾ അടച്ചിടും. കർണാടകയിൽ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിൽ സർക്കാർ നടത്തിയ ഇടിച്ചു നിരത്തലിൽ എല്ലാം നഷ്ടമായത് 3000-ഓളം പേർക്ക്. പുനരധിവാസം ഉറപ്പുവരുത്തണമെന്ന് മുസ്ലിം ലീഗ്. ആശങ്കാജനകമായ നടപടിയെന്ന് സമസ്ത. വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുമെന്ന് കർണാടക സർക്കാർ. ബുൾഡോസർ രാജിൽ വിമർശനം ശക്തമാക്കി CPM. ഉന്നാവ് ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. ജന്തർ മന്ദറിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം. CBI ഉദ്യോഗസ്ഥർ സെൻകാറിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നും താനും കുടുംബവും ഇപ്പോഴും സുരക്ഷിതരല്ലെന്നും അതിജീവിത. വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ സുപ്രീം കോടതി നാളെ പരിഗണിക്കും.